CPIയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന് പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച ശ്രീനാദേവി കുഞ്ഞമ്മ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ട്. ഈ ജയപരാജയങ്ങൾ മാറി മറിഞ്ഞ ഒരു സമയത്തായിരുന്നു. ഒരു ഘട്ടത്തിൽ ശ്രീന പരാജയപ്പെട്ടു എന്നുള്ള വിവരങ്ങളൊക്കെ ഒരു പുറത്തു വന്നിരുന്നു. എന്നാൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ 196 വോട്ട് നേടിയാണ് ശ്രീന ജയിച്ചത്. അതിന് അഭിനന്ദനങ്ങൾ. വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ഇടയ്ക്ക് വന്നു പോയെന്ന് കേട്ടിരുന്നു. എന്താ സംഭവിച്ചത് അതിനിടയ്ക്ക്? താങ്ക് യു. ആശയക്കുഴപ്പങ്ങളൊന്നും ഞങ്ങൾക്കാർക്കും ഉണ്ടായിരുന്നില്ല. ചില ഇടക്കാല പ്രഖ്യാപനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലെ ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ട് വന്നു എന്നുള്ളത് വെച്ച് അവിടെ കളക്ട്രേറ്റിലോ ഞങ്ങൾക്ക് ആർക്കുമോ യാതൊരുവിധ സന്ദേഹവും ഇടയ്ക്ക് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ പ്രചരിപ്പിച്ചു എന്നുള്ളത് ഇത്രയും കാലം ഒരുപാട് പല രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഉപയോഗിച്ചു. അത്തരത്തിൽ അവസാനം ഒന്ന് അട്ടിമറിക്ക് ശ്രമിച്ചതായിരിക്കുമെന്ന് ഞാൻ സംശയിക്കുന്നു. എന്തായാലും നമ്മുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആണ് പഴവളം സതീഷ് സാറ്. സതീഷ് സാറിന്റെ ഒക്കെ കൃത്യമായ മേൽനോട്ടത്തിൽ കാര്യമെല്ലാം വളരെ കൃത്യമായി ഞങ്ങൾ വളരെ ജാഗ്രതയോടും കൂടി ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ ഒരു അട്ടിമറി സംഭവിച്ചില്ല. ഈ 196 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഒരു ഘട്ടത്തിൽ ശ്രീന പരാജയപ്പെട്ടു എന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന്, അപ്പൊ ആ കേന്ദ്രങ്ങൾ ഏതാണെന്ന് അറിയാമെങ്കിലും പറയാത്തതാണോ? ഒന്നും പറയാനില്ല. അതൊക്കെ കഴിഞ്ഞ അധ്യായങ്ങളാണ്. ഇനി അങ്ങോട്ടേക്ക് തിരിച്ചു മറിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് വിവാദ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വേട്ടയാടിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള പേരുകളുമായി ഉയർന്നു കേട്ട രാഹുലിനെ പിന്തുണച്ച കാര്യത്തിലടക്കം വലിയ തരത്തിലുള്ള ഒരു വിമർശനമൊക്കെ വിഷയമായിരുന്നു. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ സ്വാധീനിച്ചതാണ് കരുതുന്നത്? ജനം എല്ലാ വിഷയങ്ങളും കൃത്യമായി വിലയിരുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യണം, രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യണം, ഭരണപരമായ നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ച ചെയ്യണം. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്ന് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ മേലുള്ളൊരു വില ഇച്ചിരി കുറച്ച് കണ്ടു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ജനങ്ങളെ എന്ത് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കണം എന്നുള്ളത് പഠിക്കണം. ആ പഠനം ഉറപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കൊടുക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ തോപ്പിൽ ഗോകുമാർ സാറുണ്ട്, വിമൽ കൈതക്കൽ സാറുണ്ട്. അവരൊക്കെ തോപ്പിൽ ഗോകുമാർ സാറാണ് ജില്ലയിൽ നിന്നുള്ള ചുമതല, ഇവിടെ കോർഡിനേറ്റർ അദ്ദേഹമാണ്, ജില്ലയിൽ നിന്നുള്ള ചുമതലക്കാരനാണ്. വിമൽ കൈതക്കൽ സാറാണ് ഇവിടെ കൺവീനർ, ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറാണ്, ചെയർമാൻ രാജേന്ദ്രൻ സാറുണ്ട്. അപ്പം വലിയ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള പ്രവർത്തനം നല്ല ബോർഡുകളുടെയും ഒക്കെ വലിയ 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 പ്രവാഹം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രചരണത്തിൽ മുന്നിട്ടെത്താൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ ജനാധിപത്യത്തിന്റെ നേതൃത്വം വലിയ രീതിയിലുള്ള പ്രവർത്തനം ഉറപ്പായിട്ടും പ്രവർത്തിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ വിജയങ്ങൾ. ചെറുതല്ലാത്ത വലിയ തരത്തിലുള്ള വിവാദ വിഷയങ്ങൾ ഈ കാലഘട്ടത്തിലൊക്കെ കടന്നു പോയിട്ടുണ്ട്. പാർട്ടി മാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതല്ലാതെ മറ്റേ സൈബർ ആക്രമണങ്ങൾ, രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇതിനെയൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കണ്ടിരുന്നത്? അതിനെയൊക്കെ എനിക്ക് സത്യത്തിൽ ചിരിയോടെയാണ് നോക്കുന്നത്. കാരണം സത്യം അറിയാവുന്നവർ കള്ളം പറയുമ്പോഴും തിരഞ്ഞെടുപ്പിന് വേണ്ടി പറയാൻ പാടില്ലാത്തതൊക്കെയും പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോഴും ഒക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടായി. കാരണം അതിനകത്ത് നിന്ന് ഞാൻ കണ്ടതാണ് ഏത് നിലവാരത്തിലാണ് ഇവർ എതിരാളികളെ നേരിടുക എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ പിന്നീട് എനിക്ക് അങ്ങനെ ആശങ്കപ്പെടേണ്ട അവസ്ഥയില്ല. കാരണം നല്ല ഒരു രാഷ്ട്രീയപരമായ, സംഘടനാപരമായ, വ്യക്തിപരമായ സംരക്ഷണ കവചം എനിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരുക്കിയിട്ടുണ്ട്. ഐക്യജനാധിപത്യത്തിനുവേണ്ടി ആ ഒരു സേഫ്റ്റി സോൺ, സെക്യൂർഡ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു സോണിൽ നിന്നുകൊണ്ടാണ് ഞാൻ വളരെ ശക്തമായിട്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. അതുകൊണ്ട് വളരെ സുഖകരമായി തന്നെ മുന്നോട്ട്. അവസാനമായി മറ്റു കാര്യം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നമുക്കറിയാം പാലക്കാട് അഖിൽ കണ്ണാടി, അതുപോലെ തന്നെ മറ്റേ ആജാസ് കുള്ളുമന്തം, ഇവിടെ ഫെനീന ഇനാൻ അടക്കമുള്ള ആളുകൾ പരാജയപ്പെട്ടു. അതിൽ ജയിച്ചത് റെനോയും ശ്രീനയും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ രാഹുൽ ഇഫക്ട് എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? ഞാൻ കുറെ ചോദ്യങ്ങളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിന് എന്റെ എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സുഹൃത്താണെങ്കിലും അല്ലെങ്കിലും അതെങ്ങനെ വ്യാഖ്യാനിച്ചാലും കുഴപ്പമില്ല. സുഹൃത്ത് എന്ന നിലയിലാണെങ്കിൽ കൂടിയും വിജയിച്ചു എന്നുള്ളത് സന്തോഷം. രാഹുൽ മങ്കൂട്ടത്തിൽ ഒരു കോൺഗ്രസിന്റെ തന്നെ നേതാവായിരുന്നു. ഉറപ്പായിട്ടും തെറ്റുതിരുത്തി പാർട്ടി എങ്ങനെയാണോ തീരുമാനിക്കുന്നത് അതുപോലെ വ്യക്തിപരമായി കൂടി തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തപ്പെടട്ടെ. തെറ്റുണ്ടെന്ന് പറയാൻ ഞാൻ ആളല്ല. അപ്പൊ അതുകൊണ്ട് തിരുത്തപ്പെടട്ടെ. എന്ത് തന്നെയായാലും സുഹൃത്ത് എന്ന് പറയുന്നതിൽ യാതൊരു വിഷമമില്ല. സുഹൃത്ത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വിജയിച്ചു എന്നുള്ളതിലും സന്തോഷമുണ്ട്. അത്രമാത്രം. അപ്പോൾ വിജയത്തിൽ എല്ലാ അഭിനന്ദനങ്ങളും. മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കട്ടെ. അപ്പോൾ ജയിച്ചതിൽ സന്തോഷമാണ് ശ്രീന പങ്കുവച്ചത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോപുരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.